ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം പാനമ സിറ്റിയിലാണുള്ളത്. ഞാനിന്ന് പാനമ സിറ്റി കാണാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഞാൻ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് രണ്ടുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള രണ്ടുപേരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്താം. My name is Marta Ochoa from Mexico. Yo soy Rita de México. താങ്ക് യു. ഞാൻ ഓർലാൻഡ് എംബസി എന്ന കമ്പനി വഴിയാണ് പാനമയിൽ നിന്ന് കൊളംബിയയ്ക്ക് ഷിപ്പ് ചെയ്യുന്നത്. അപ്പം അവിടെ വെച്ചാണ് ഈ മാർത്തയും റീത്തയും പരിചയപ്പെടുന്നത്. അവരുടെ കാര്യം കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അവർക്ക് രണ്ടുപേർക്കും ഫാമിലിയും മക്കളും എല്ലാം ഉണ്ട്. അവർ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു മെക്സിക്കോയിൽ. അവർ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ അവർ പരിചയപ്പെട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും പാഷൻ ഒന്നാന്ന് അറിഞ്ഞപ്പോൾ ഇവരിത് റിട്ടയർമെൻറ്റിൻ്റെ പൈസ കൊണ്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ സൗത്ത് അമേരിക്ക മൊത്തം കറങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവർ പാനമയിലെത്തി. അതാണ് അവരുടെ അറിവ്. ഇനി 2 വർഷം എടുത്ത് കൊളംബിയയിൽ നിന്ന് അർജൻറ്റീന വരെ പോകാനാണ് അവരുടെ തീരുമാനം. അപ്പം നമുക്ക് ഇനി പാനമ സിറ്റിയുടെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളങ്ങനെ 10 മിനിറ്റ് ഡ്രൈവിന് ശേഷം ഫ്ലെമിംഗോ ഐലൻഡിലെത്തി. നല്ലൊരു ഡ്രൈവാണ്. കടലിലെ നടുക്കൂടെയുള്ള റോഡിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് നല്ല രസമായിരുന്നു. ഈ പാനമ കനാൽ ക്രോസ് ചെയ്യാനായിട്ട് ഷിപ്പുകളെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. നമ്മളിപ്പം ഫ്ലെമിംഗോ ഐലൻഡിൻ്റെ വേറെ സൈഡിലാണ്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. പാനമ സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബോട്ടുകൾ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നല്ല കാലാവസ്ഥയൊക്കെയാണ്. ഇവിടെ കുറേ നേരം കസേരയൊക്കെ ഇട്ടിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. കുറേ ചെയറുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ്. ഈ മരത്തിൻ്റെ തണലത്ത് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. എല്ലാം വേസ്റ്റൊക്കെയാണ്. പക്ഷേ ക്ലീനിങ് ഒന്നും അത്ര പോരാ. ഇവിടെ കാനഡയുടെ സ്റ്റാൻഡേർഡൊന്നും ഇല്ല. Yeah. Do you have any other plans for today? No, No. Okay. plan to eat and Yeah. stop in this place, Which place? Calzada de Amador, Okay, we will go there. para ver los barcos que cruzan por aquí. Yeah. On the way we will stop there. You see the big boat. ഈ പാനമ കനാൽ കണക്ട് ചെയ്യുന്നത് പസഫിക് ഓഷനെയും കരീബിയൻ സീയെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കനാൽ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പസഫിക്കിൻ്റെ സൈഡിലാണ്, പസഫിക് ഓഷൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഷിപ്പ് പോകുന്നുണ്ട് മുകളിലോട്ട്. ഈ പാനമ കനാലിലെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കുന്നാണ്. പസഫിക്കിൻ്റെയും ഈ കരീബിയൻ സീയുടെയും നടുവിലായിട്ട് ഉള്ള ഒരു കുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഷിപ്പിന് കുന്ന് നേരിട്ട് കയറാൻ പറ്റാത്ത കാരണം പല ലോക്കുകളിൽ കയറ്റിയിട്ട് പൊക്കുകയോ അല്ലെങ്കിൽ താക്കുകയോ ചെയ്തിട്ടാണ് ഈ ഷിപ്പ് മല ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഷിപ്പ് പസഫിക്കിൽ നിന്ന് കരീബിയനിലോട്ട് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് മല കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഗംബോവ എന്ന സ്ഥലത്തേക്കാണ്. ഈ കനാലിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോർഷനായിട്ട് വരും. അവിടേക്കാണ് ഇനി പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഷിപ്പ് ഒക്കെ അടുത്ത് കാണാൻ പറ്റും. നമ്മളിപ്പം അവിടെ എത്തി. അവിടെ ഒരു വലിയ ക്രെയിനൊക്കെ കാണാം. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. പണ്ട് ഏതോ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്.
ഇവിടെ നിന്ന് ഷിപ്പുകളൊക്കെ ടഗ് ബോട്ട് വെച്ചിട്ട് കൊണ്ടുവരുന്ന കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഒരു വലിയ ഒരു കണ്ടെയ്നർ ഷിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് കാണുന്നത് തൊട്ടടുത്തായിട്ട്.